പക്ഷെ രാഷ്ട്രീയത്തിൻ്റെയും പാർട്ടി പ്രവർത്തനത്തിൻ്റെയും മറ പിടിച്ചുകൊണ്ട് ഒരുവൻ ഇസ്ലാമായി മാറുക, ഒരു ക്രൈസ്തവൻ ഇസ്ലാമായി മാറുക എന്നൊരു ദുരന്തം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇത്രയും പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഈ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദി ആണെന്നാണുള്ള പ്രകാശ് മാസ്റ്ററുടെ ടേക്ക്. എന്ന് മുതലാണ് അവർ മതരാഷ്ട്രവാദികൾ? പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവ ഭരണം വരണമെന്നല്ല അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ മതവും രാഷ്ട്രീയവും രണ്ടായി കാണാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആളുകൾ. ഹായ് പ്രിയപ്പെട്ടവരെ, UDFിലേക്ക് ജമാഅത്ത് ഇസ്ലാമിയെ ചേർത്തതോടുകൂടി സകല കോൺഗ്രസ്സുകാർക്കും ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിക്കാനും ഇസ്ലാമിക തീവ്രവാദത്തെ ന്യായീകരിക്കാനുമുള്ള ഒരു ഗതികേട്ടിലെത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കേരളത്തിലെ നിരവധി മുസ്ലിം സംഘടനകളിൽ ഒരു മതരാഷ്ട്രവാദത്തിന് വേണ്ടി ബലം പിടിക്കുന്ന ഈ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ ചേർത്തത് വഴി തുച്ഛമായ വോട്ടിന്റെ ലാഭമുണ്ടെങ്കിലും മറുവശത്ത് അനേകം ക്രൈസ്തവ വോട്ടുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മാതൃഭൂമി ചാനലിലെ ചർച്ചയിൽ കോൺഗ്രസിന് വേണ്ടി ജിൻഡോ ജോൺ ജമാഅത്ത് ഇസ്ലാമിയുടെ വക്കാലത്തെടുത്തിരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. മതരാഷ്ട്രവാദം എന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അങ്ങയുടെ രാജ്യം വരണമേ എന്നൊരു ക്രൈസ്തവൻ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണത്, അതിനപ്പുറമുള്ള യാതൊരു ദോഷവശവുമില്ല, അതുപോലെ നല്ലതാണ് എന്ന് ന്യായീകരിക്കുന്ന ജിൻഡോ ജോണിന്റെയും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും ദുരവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. PDP, ജമാഅത്ത് ഇസ്ലാമി, IUML, മുസ്ലിം ലീഗ്, INL, ഇങ്ങനെ കുറെ മുസ്ലിം സമുദായങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന കുറെ സംഘടനകളുണ്ട്, രാഷ്ട്രീയ സംഘടനകളാണ്. പക്ഷെ മുസ്ലിം വിഭാഗത്തിലെ മനുഷ്യരുടെ സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയെ അഡ്രസ് ചെയ്യാൻ വന്നിട്ടുള്ള ഇത്തരം രാഷ്ട്രീയ സംഘടനകളെ ഈ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദി ആണെന്നാണുള്ള പ്രകാശ് മാസ്റ്ററുടെ ടേക്ക്. എന്ന് മുതലാണ് അവർ മതരാഷ്ട്രവാദികൾ? അവർ മതരാഷ്ട്രവാദികളാണ് എന്ന് നിങ്ങൾ പറയുന്ന കാലത്ത് അവരുടെ പിന്തുണ നിങ്ങൾ വാങ്ങിയില്ലേ? നാണമില്ലേ? ഇന്ന് അവരുടെ പിന്തുണ കിട്ടാതിരിക്കുമ്പോൾ അവർ മോശക്കാരാണെന്ന് പറയാൻ? മഹാത്മാഗാന്ധി പറഞ്ഞ രാമരാജ്യം, അത് സംഘപരിവാറിന്റെ രാമരാജ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല. ഞാനൊരു ക്രൈസ്തവനാ, ഞാൻ കുർബാനയ്ക്കും വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ സ്വർഗസ്നായ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവ ഭരണം വരണമെന്നല്ല അതിന്റെ അർത്ഥം. ക്രൈസ്തവ ഭരണം വരണമെന്നല്ല അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ മതവും രാഷ്ട്രീയവും രണ്ടായി കാണാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആളുകൾ. ഇനി നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ അധിക്ഷേപിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതിൽ എത്ര സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയോട് ചേർന്ന് അങ്ങനെ രാജ്യം വരണമേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ജിൻഡോ ജോണിന് അറിയില്ലാഞ്ഞിട്ടല്ല. മറ്റ് മതസ്ഥരെല്ലാം കൊന്നൊടുക്കി ആയുധബലത്തിൽ രാജ്യം പിടിച്ചെടുക്കുന്ന രക്തരൂക്ഷത വിപ്ലവമാണ് ഇസ്ലാമിൻ്റെ മതരാഷ്ട്രവാദം എന്ന കാര്യം ജിൻഡോയ്ക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കും മനസ്സിലാകാഞ്ഞിട്ടല്ല. മറിച്ച് 4 വോട്ടിന് വേണ്ടി എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും, എത്രമാത്രം അധപ്പതിക്കാൻ പറ്റും എന്നതിൻ്റെ തെളിവാണിത്. എന്താണ് ദൈവരാജ്യം, എന്താണ് ജമാഅത്ത് ഇസ്ലാമിയും മറ്റ് ഇസ്ലാമിക ഭീകരരും പറയുന്ന ഹുകുമത്ത് ഇലാഹി? നമുക്കിതിൻ്റെ വ്യത്യാസങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ദയനീയമായ ഒരു ആത്മീയ അവസ്ഥയും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. UDFിൻ്റെ ഘടകകക്ഷികൾ എന്ന നിലയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും ഒക്കെ ഒത്ത് ചർച്ച നടത്തുകയും ഒന്നിച്ച് യാത്ര ചെയ്യുകയും ഒക്കെ വേണ്ടി വരുമ്പോൾ ഇസ്ലാമിൻ്റെ എല്ലാ നിഷ്ഠകളും നന്നായി ശ്രദ്ധിക്കാനും ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത സൗഹൃദം മാത്രം പുലർത്താൻ മുസ്ലിം ലീഗ് നേതാക്കന്മാർ എല്ലാവരും ശ്രമിക്കുമ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരായ ക്രൈസ്തവ വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നിഷ്ഠകൾ പോലും മറന്നുകൊണ്ട് താനൊരു ഇസ്ലാം ആയാൽ എന്നതുപോലെ അവരുമായി ഇടപഴകുന്നത് വളരെ ദയനീയമായൊരവസ്ഥയാണ്. ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടിയിട്ടും മുസ്ലിം ലീഗിന് വേണ്ടിയുമൊക്കെ വാദിച്ച് നല്ല ക്രൈസ്തവ വിശ്വാസമുള്ളവർ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പോവുകയും അങ്ങനെ കോൺഗ്രസ് വഴി മുസ്ലിം മതത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് മറക്കരുത്. പ്രത്യേകിച്ച് റംസാൻ മാസത്തിലെ ഇഫ്താർ വിരുന്നൊക്കെ സംഘടിപ്പിക്കുമ്പോൾ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ചിറങ്ങിയ ഉടനെ തന്നെ ആ ഇഫ്താർ വിരുന്നിലും പങ്കെടുത്ത് പറ്റുമെങ്കിൽ ആ വാങ്കുവിളിയിൽ കുമ്പിട്ട് നിസ്കരിച്ചിട്ടാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും ഇവരോട് സഹകരിക്കുന്നത് എന്നത് വളരെ ദയനീയമൊരവസ്ഥയാണ്. ആ വാങ്കുവിളി സമയത്ത് അവർ നിസ്കരിച്ചപ്പോൾ കുമ്പിട്ട് അവരുടെ ആരാധനാമൂർത്തിയെ ആരാധിക്കുകയും ചെയ്ത ദയനീയ സ്ഥിതി ഉള്ളത് മറക്കരുത്. അതേ ദയനീയ സ്ഥിതിയിലോ അതിനേക്കാൾ മതപ്രതിഷ്ഠ ദയനീയ സ്ഥിതിയിലോ അകപ്പെട്ടുപോയ കോൺഗ്രസ് നേതാക്കന്മാർ ക്രൈസ്തവ നാമധാരികളാണെങ്കിലും ശരിയായ മുസ്ലിം മതക്കാരായി ആത്മാവ് നിത്യമായി നഷ്ടപ്പെടുത്തിയവരാണെന്ന് കത്തോലിക്ക വിശ്വാസികളും നേതാക്കന്മാരും മെത്രാന്മാരും തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുക എന്നാൽ ഇസ്ലാമിൽ ചേരലാണ് എന്നൊരു ദുരവസ്ഥ ഉണ്ടായോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഇസ്ലാമിൻ്റെ മതരാഷ്ട്രവാദവും സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ചിട്ട് അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി ഒന്ന് മനസ്സിലാക്കാം. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണെന്ന് മാത്രമേ പൊതുവെ നമുക്ക് ധാരണയുള്ളൂവെങ്കിലും പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് കൺട്രോൾ നടത്തുന്നത്. അവരുടെ ആധിപത്യത്തിലാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. മതരാഷ്ട്ര ആശയത്തിൻ്റെ പിടിയിലമർന്ന പാകിസ്ഥാനിൽ 1949 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിലേക്ക് നയിച്ചു. ഇത് ദൈവീക ഭരണം, അവരുടെ ഭരണഘടനയിൽ ദൈവീക പരമാധികാരം ഉൾപ്പെടുത്താൻ ഇടയാക്കി.
അതുവഴി പാകിസ്ഥാന്റെ നിയമസംഹിതയും വിദ്യാഭ്യാസ രീതിയും സൈനിക ഘടനയും എല്ലാം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പരിപൂർണ്ണ തലത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് പറ്റി. ശരീഅത്ത് നിയമം രാജ്യത്തിന്റെ നിയമമായി. പൗരന്മാര് പാർലമെന്റിൽ പാസ്സാക്കുന്ന നിയമമല്ല, അവരുടെ ഖുർആനിലുള്ള ശരീഅത്ത് നിയമങ്ങളാണ് ആ രാജ്യത്തിന്റെ നിയമങ്ങൾ എന്ന സ്ഥിതി വന്നു. അത്തരമൊരു സ്ഥിതിയിലേക്ക് എല്ലാവരെയും എത്തിക്കുക എന്നതാണ് ഹുകുമത്തെ ഇലാഹി എന്ന അവരുടെ മതരാഷ്ട്രവാദത്തിന്റെ കാതൽ. അത് ദൈവരാജ്യവുമായി എത്ര വ്യത്യസ്തമാണ്. ഇതെന്താണ് ക്രിസ്ത്യാനിക്ക് മനസ്സിലാകാത്തത്? അവരുടെ ദൈവത്തിന്റെ പരമാധികാരം അംഗീകരിക്കാത്ത ഏതൊരു രാഷ്ട്രവും ലൗകികമായ ഒരു സെക്കുലർ രാഷ്ട്രമാണെന്നും അത്തരം ഭരണകൂടങ്ങളെ മാറ്റി ദൈവികമായ അധികാരം, അതായത് അവരുടെ ആരാധനാമൂർത്തിയുടെ അധികാരം സർവാധിപത്യം സംജാതമാക്കുന്ന നിയമം നടപ്പിലാക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും കടമയാണെന്ന് ഇസ്ലാമിക് ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഗ്രന്ഥത്തിലുണ്ട്. അതിന്റെ 146 മുതൽ 150 വരെയുള്ള പേജുകളിൽ വ്യക്തമായി അവ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു പഠിപ്പിച്ച ദൈവരാജ്യം എന്താണ്? അത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആണിക്കല്ലാണ്. ദൈവരാജ്യം എന്നാൽ സായുധ വിപ്ലവത്തിലൂടെ രക്തം ചിന്തി ഒരു രാജ്യം പിടിച്ചടക്കണമെന്നല്ല പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, പ്രത്യുത നീതി സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്ന് റോമാലേഖനം 14:17 പറയുന്നുണ്ട്. ആത്മീയമായ ഒരു പരിവർത്തനത്തിലൂടെ സ്നേഹവും നീതിയും കരുണയും ഒക്കെ ഹൃദയത്തിൽ നിറഞ്ഞ് ഉള്ളിൽ ദൈവം ഭരണം നടത്തുന്ന ഒരു ആന്തരിക അവസ്ഥയാണ് ദൈവരാജ്യം എന്നത് ക്രൈസ്തവ വീക്ഷണത്തിൽ. അതൊരു രാഷ്ട്രീയ വിപ്ലവമല്ല, ദൈവവുമായുള്ള ആഴമായ ഹൃദയബന്ധമാണത്. ക്രൈസ്തവ ദൈവശാസ്ത്രജ്ഞനായ എത്രയോ വിശുദ്ധർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ദൈവരാജ്യത്തിന്റെ വിശദീകരണങ്ങൾ. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമന്റ് പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യം എന്നാൽ അതൊരു രാഷ്ട്രീയ വിപ്ലവമല്ല, ദൈവവുമായുള്ള ആഴത്തിലുള്ള ഹൃദയബന്ധമാണെന്നാണ്. ദൈവരാജ്യം എന്നാൽ ഒരു നിശ്ചിത സ്ഥലമല്ല, മനുഷ്യ ഹൃദയത്തിൽ ദൈവം നടത്തുന്ന ഭരണമാണ് എന്ന് സിറ്റി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിൽ സെന്റ് അഗസ്റ്റിൻ പ്രത്യേകം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഇസ്ലാമിന്റെ മതരാഷ്ട്രവാദത്തെ ക്രൈസ്തവർ ലക്ഷ്യം വെക്കുന്ന ദൈവരാജ്യവുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ ജോഷി മയ്യാറ്റിലച്ചൻ ഷെയർ ചെയ്ത ഒരു പോസ്റ്റ് നമുക്ക് വായിക്കാം. ദൈവരാജ്യം എന്നത് ഒരു ഭൂമിശാസ്ത്രപരമായ അതിർത്തിയോ രാഷ്ട്രീയ ഭരണകൂടമോ അല്ല, അത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ സംഭവിക്കേണ്ട ആത്മീയ പരിവർത്തനമാണ്. സ്നേഹം, സമാധാനം, കരുണ എന്നിവയിലൂടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവം ഭരണം നടത്തുന്നതിനെയാണ് ക്രൈസ്തവർ ദൈവരാജ്യം എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് ഹുകുമത്തെ ഇലാഹി എന്നത് ഒരു രാഷ്ട്രീയ ഭരണക്രമമാണ്. അത് നിയമനിർമ്മാണത്തിലൂടെയും ഭരണകൂടം തയ്യാറാക്കുന്ന ഭരണഘടനാ സംവിധാനത്തിലൂടെയും നടപ്പാക്കേണ്ട ഒന്നായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്യുന്നത്. ഇവിടെ അധികാരം മനുഷ്യന്റെ ആത്മാവിലല്ല, മറിച്ച് സ്റ്റേറ്റിന്റെ സംവിധാനങ്ങളിലാണ് കേന്ദ്രീകരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കണം. ക്രൈസ്തവ ദർശനത്തിലെ ദൈവരാജ്യം പൂർണ്ണമായും മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛാശക്തി അടിസ്ഥാനമാക്കിയുള്ളതാണ്. ദൈവസ്നേഹത്താൽ പ്രേരിതമായി മനുഷ്യൻ സ്വയം ദൈവത്തിന് കീഴടങ്ങുന്നതാണ് ഇതിന്റെ കാതൽ. അവിടെ ആയുധത്തിനോ ശിക്ഷാവിധികൾക്കോ സ്ഥാനമില്ല. എന്നാൽ ഹുകുമത്തെ ഇലാഹി ഒരു തെയോ ഡെമോക്രസി അല്ലെങ്കിൽ ദൈവിക പരമാധികാരത്തിലുള്ള ഒരു സ്റ്റേറ്റ് നടത്തുന്ന ഭരണത്തിൽ അധിഷ്ഠിതമാണ്. അവിടെ ശരീഅത്ത് നിയമങ്ങൾ ഭരണഘടനയായി മാറുന്നു. ഇത് ഭരണകൂടത്തിന്റെ കരുത്തിൽ നടപ്പിലാക്കപ്പെടുന്ന ഒന്നാണ്. സ്നേഹത്തെക്കാൾ ഉപരിയായി കർക്കശമായ നിയമഭാഷയ്ക്കാണ് അവിടെ മുൻഗണന. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കണം. സീസർക്കുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന യേശുവിന്റെ വചനം ഭൗമിക രാജ്യവും ദൈവരാജ്യവും തമ്മിലുള്ള അന്തരം വ്യക്തമാക്കുന്നു. ആത്മീയ അധികാരവും ലൗകിക അധികാരവും തമ്മിലുള്ള വേർതിരിവിന്റെ അടിസ്ഥാനത്തിൽ സഭയും സ്റ്റേറ്റും രണ്ടായി നിൽക്കുമ്പോഴും വിശ്വാസികൾ ദൈവികതം ഭൂമിയിൽ നിറവേറ്റാൻ വിളിക്കപ്പെട്ടവരാണ്. അതിനാൽ മതേതരത്വം, മനുഷ്യാവകാശങ്ങൾ, ജനാധിപത്യം, വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിലനിൽക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒരുവന് ദൈവരാജ്യ വ്യവസ്ഥിതിയിൽ നിലനിൽക്കാൻ കഴിയും. നേരെ മറിച്ച് ഹുകുമത്തെ ഇലാഹി മതേതരത്വത്തെ, അതായത് സെക്കുലറിസത്തെ പൂർണ്ണമായി നിരാകരിക്കുന്നു. അവരുടെ ദർശനപ്രകാരം മതം വേറെ രാഷ്ട്രീയം വേറെ എന്ന നിലപാടില്ല. ലൗകികമായ സർവ്വ മേഖലകളിലും ഇസ്ലാമിക നിയമവാഴ്ചയ്ക്ക് കീഴിൽ സകലരും വരണമെന്ന നിർബന്ധ ബുദ്ധി അവിടെ കാണാം. ഇത് ക്രൈസ്തവ വിശ്വാസത്തിൽ പ്രകടമായി കാണുന്ന ബഹുസ്വരതയ്ക്കും ആത്മീയ സ്വാതന്ത്ര്യത്തിനും ഘടകവിരുദ്ധമാണ്. നാലാമത്തെ പോയിന്റ്, ദൈവരാജ്യത്തിനായുള്ള പ്രാർത്ഥന ഒരു വിശ്വാസിയെ ലോകത്തിൽ സ്നേഹത്തോടും മൂല്യബോധത്തോടും കൂടി ജീവിക്കാൻ പ്രതിജ്ഞാബദ്ധനാക്കുന്നു. കാരണം ക്രിസ്തുവിലൂടെ സംജാതമായ ദൈവരാജ്യം സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും രാജ്യമാണ്. അത് വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പാലിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് ആ പ്രാർത്ഥന. എന്നാൽ നേരെ തിരിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്നതാണ്. അതിനായി രാഷ്ട്രീയ പ്രസ്ഥാനമായും കേന്ദ്ര സംവിധാനമായും അവർ പ്രവർത്തിക്കുന്നു. ആത്മീയ ഉന്നതിയേക്കാൾ ഒരു വ്യവസ്ഥിതിയുടെ മാറ്റത്തിനാണ്, വ്യക്തിയുടെ ആത്മീയ ഉന്നതിയേക്കാൾ ഒരു വ്യവസ്ഥിതിയുടെ മാറ്റത്തിനാണ് അവർ പ്രാധാന്യം നൽകുന്നത്. അഞ്ചാമത്തെ പോയിന്റിലേക്ക് വരാം. ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തിന് ക്രിസ്തു തെരഞ്ഞെടുത്ത വഴി കുരിശിലെ ബലിയാണ്. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും എന്ന് പഠിപ്പിച്ച യേശുക്രിസ്തു സ്നേഹത്തിലൂടെ ശത്രുവിനെ കീഴടക്കാനാണ് പഠിപ്പിച്ചത്. ദൈവരാജ്യത്തിന്റെ പടയാളികൾ സമാധാനം സ്ഥാപിക്കുന്നവരാണ്. ബലിയിലൂടെയും കുരിശിലെ സഹനത്തിലൂടെയുമാണല്ലോ ദൈവരാജ്യം നമുക്ക് വെളിപ്പെട്ടത്. എന്നാൽ ഇസ്ലാമികമായ മതരാഷ്ട്രത്തിലോ വിപ്ലവകരമായ രാഷ്ട്രീയ മാറ്റമാണ് ലക്ഷ്യം വെക്കുന്നത്. ദൈവിക ഭരണം സ്ഥാപിക്കാൻ രാഷ്ട്രീയ പോരാട്ടങ്ങൾ അനിവാര്യമാണെന്ന് ഈ ചിന്തകൾ അടിവരയിടുന്നു. ഇത് സായുധ വിപ്ലവത്തിലേക്കോ കടുത്ത രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്കോ നയിക്കാവുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. ഇനി ആറാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോളൂ.
ദൈവരാജ്യത്തിൽ നിയമത്തെക്കാൾ ഉപരിയായി ദൈവകൃപയ്ക്കാണ് പ്രാധാന്യം. അവിടെ നിയമം പാലിക്കുന്നത് ഭയം കൊണ്ടല്ല, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. പാപിയെ ശിക്ഷിക്കാനല്ല, മറിച്ച് അവനെ തേടിപ്പിടിച്ച് രക്ഷിക്കാനാണ് ദൈവരാജ്യ ദർശനം ശ്രമിക്കുന്നത്. ഇനി നേരെ തിരിച്ച് ഇസ്ലാമിക രാഷ്ട്രവാദത്തിലോ വ്യക്തിയേക്കാൾ പ്രാധാന്യം സിസ്റ്റത്തിനാണ്. അവിടെ നിയമങ്ങൾ കർക്കശമാണ്. ഇസ്ലാമിക നിയമവ്യവസ്ഥ നടപ്പിലാക്കുന്ന ഒരു സ്റ്റേറ്റിന് കീഴിൽ മാത്രമേ പൂർണ്ണമായ ഇസ്ലാമിക ജീവിതം സാധ്യമാകൂ എന്നവർ വിശ്വസിക്കുന്നു. ഇത് ഒരു വ്യക്തിയുടെ ആത്മീയ സ്വാതന്ത്ര്യത്തെ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണങ്ങൾക്ക് കീഴിലാക്കുന്നു. ഇനി 7ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ക്രൈസ്തവ ദൈവശാസ്ത്രം മതേതരമായ ഭരണകൂടങ്ങളെ അംഗീകരിക്കുന്നു. അധികാരികൾക്ക് വിധേയരാകാനും അവർക്കായി പ്രാർത്ഥിക്കാനും ബൈബിൾ നിർദ്ദേശിക്കുന്നുണ്ട്. റോമ 13:1. ജനാധിപത്യ മൂല്യങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളുമായി സമന്വയിപ്പിക്കാൻ ക്രൈസ്തവർക്ക് വലിയ പ്രയാസമില്ല. എന്നാൽ നേരെ തിരിച്ച് ഹുകുമത്തെ ഇലാഹിയിൽ മതേതരത്വത്തെ ഒരു മതവിരുദ്ധ ആശയമായി കാണുന്നു. മനുഷ്യർ നിയമമുണ്ടാക്കുന്ന ജനാധിപത്യം അവർക്ക് സ്വീകാര്യമല്ല. എല്ലാ അധികാരവും ദൈവത്തിനാണെന്ന വാദമുയർത്തി അവർ ബഹുസ്വരതയെ നിരാകരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവരാജ്യം വരണമെന്നുള്ള പ്രാർത്ഥനയിലൂടെ ഒരു ക്രൈസ്തവ വിശ്വാസം ആഗ്രഹിക്കുന്നത് നീതി സമാധാനവും നിറഞ്ഞ ഒരു ലോകമാണ്. അത് മനുഷ്യഹൃദയങ്ങളിൽ ദൈവം വാഴുന്ന അവസ്ഥയാണ്. ഇതിനെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഹുകുമത്തെ ഇലാഹിയുമായി കൂട്ടിക്കെട്ടുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൽ എന്താണ് ദൈവരാജ്യം അർത്ഥമാക്കുന്നത് എന്ന അജ്ഞത കൊണ്ടാണ്. ഇരുളും വെളിച്ചവും പോലെ, ശ്രദ്ധിക്കുക, ഇരുളും വെളിച്ചവും പോലെ ദൈവരാജ്യ ദർശനവും ഹുകുമത്തെ ഇലാഹി എന്ന ഇസ്ലാമിക രാഷ്ട്രവാദവും വേറിട്ട് നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്. ഹുകുമത്തെ ഇലാഹി എന്ന ഇസ്ലാം മതരാഷ്ട്രവാദം അധികാരത്തിൻ്റെ രാഷ്ട്രീയമാണ്. നമ്മൾ ഹൃദയത്തെ പ്രകാശിപ്പിക്കുമ്പോൾ അവർ നിയമങ്ങളിലെയും അതിർവരമ്പുകളിലെയും കർക്കശ ലോകത്തെ സൃഷ്ടിക്കുന്നു. നാം സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിച്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ദൈവരാജ്യം ഒരു രാഷ്ട്രീയ അട്ടിമറിയല്ല, മറിച്ച് മനസാന്തരത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന സ്വർഗീയ അനുഭൂതിയും സന്തോഷവും ആനന്ദവും സമാധാനവുമാണ്. ഇതൊന്നും കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാഞ്ഞിട്ടല്ല. കോൺഗ്രസിൽപ്പെട്ട ക്രൈസ്തവ നേതാക്കൾ എല്ലാവരും ഇസ്ലാമായി അധപ്പതിക്കുന്ന ആത്മീയ ദുരന്തം മെത്രാന്മാരും പുരോഹിതരും സകല വിശ്വാസികളും കാണേണ്ടതുണ്ട്. ഇതേ രീതിയിൽ മുസ്ലിം മതത്തെയും ജമാഅത്തെ ഇസ്ലാമിയെയും ന്യായീകരിക്കാനും അവരുടെ വക്താക്കളാകാനും അവരുടെ പ്രചാരകരായിക്കൊണ്ട് ഭരണം കിട്ടിയാൽ അവരുടെ ഹിഡൻ അജണ്ടയെല്ലാം നടപ്പിലാക്കാനും ആഗ്രഹിക്കുന്നവരായി അധപ്പതിക്കുന്നുവെങ്കിൽ അതിനെ ക്രൈസ്തവർ ജാഗരൂകതയോടെ വീക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് UDFിലും കോൺഗ്രസിലും പെട്ട എല്ലാ ക്രൈസ്തവ നേതാക്കളെയും പ്രത്യേകമായൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി മെത്രാന്മാരും പുരോഹിതരും ക്രൈസ്തവ വിശ്വാസത്തിൽ പാലിക്കേണ്ട ആശയങ്ങളും അതിർവരമ്പുകളും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും രണ്ട് വെള്ളത്തിൽ കാലുവെക്കാൻ പറ്റില്ല, ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന കാര്യം കർശനമായി പറയേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ UDFിനോ കോൺഗ്രസിനോ എതിരല്ല. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെയും പാർട്ടി പ്രവർത്തനത്തിൻ്റെയും മറ പിടിച്ചുകൊണ്ട് ചാനലിലും പൊതുവേദിയിലും പ്രസംഗിച്ചുകൊണ്ട് ഒരുവൻ ഇസ്ലാമായി മാറുക, ഒരു ക്രൈസ്തവൻ ഇസ്ലാമായി മാറുക എന്നൊരു ദുരന്തം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇത്തരം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.